എന്റെ ജില്ലയാണ് കൊല്ലം ജില്ല. ലോക്സഭാ മണ്ഡലം വരുമ്പോൾ ഞാൻ ആലപ്പുഴയാണ് എങ്കിൽ പോലും തന്നെ എന്റെ ജില്ലയാണ് കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ നിന്ന് തന്നെ വോട്ടോട്ടം ആരംഭിക്കാൻ പറ്റിയത് തന്നെ വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. എന്തായാലും രാവിലെ തന്നെ നമ്മളിവിടെ എത്തി. രാവിലെ തന്നെ വലിയ തിരക്ക് ഹാർബറിൽ അനുഭവപ്പെടുന്നുണ്ട്. നിറയെ മീനുകൾ എത്തുന്നുണ്ട്. നിറയെ ബോട്ടുകളൊക്കെ തന്നെ തിരികെ ആഴക്കടലിൽ പോയതിനു ശേഷം തിരികെ ഇവിടേക്ക് എത്തുകയാണ്. വെളുപ്പിനെ മുതൽ തന്നെ ഇവിടെ വലിയ സജീവമാകുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് ഈ നീണ്ടകര ഹാർബറിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എൽദോയെ സംബന്ധിച്ചറിയാം, എൽദോയ്ക്ക് ഏറ്റവും കൂടുതൽ മീൻ വിഭവങ്ങൾ ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മീനൊന്നും കൂടുതൽ ഞാൻ കഴിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ മീനിന്റെ പേരുകളൊന്നും അധികം അറിയാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ആ ആളുകളോട് തന്നെ ചോദിച്ച് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുകയും ചെയ്യും. എന്തായാലും അതിനു മുമ്പ് തന്നെ ഈ ഒരു യാത്രയുടെ ലക്ഷ്യം തന്നെ പ്രധാനപ്പെട്ടത് ഈ ജനമനസ്സറിയുക എന്നുള്ളത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കൊപ്പമാണ് കൊല്ലത്തെ ജനങ്ങളുള്ളത്, അവർക്ക് എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ട്, ഒപ്പം തന്നെ എന്തൊക്കെ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്, ഒപ്പം തന്നെ എന്തൊക്കെ ആവശ്യങ്ങൾ അവർക്ക് മുന്നോട്ട് വെക്കാൻ ഉണ്ട്, ഒപ്പം തന്നെ അവർ എന്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വോട്ടോട്ടം പരിപാടിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാൻ പോകുന്നത്. അതിലേക്ക് വരും മുമ്പ് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടി കുറച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഹാർബറിന്റെ ഒരു പശ്ചാത്തലം, അതായത് ഇവിടെ നിന്ന് അതിമനോഹരമാണ്. ഇതിന് സമീപത്തായി തന്നെ ഒരു പാലമുണ്ട്. അവിടെ നിന്ന് അഷ്ടമുടി കായലും ഒപ്പം തന്നെ കടലും ഒരേപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നീണ്ടകര ഹാർബർ എന്ന് പറയുന്നത്. ഒരു മിനി പോർട്ടായി തന്നെ നമുക്ക് ഇതിനെ പരിഗണിക്കുകയും ചെയ്യാം. നേരത്തെ തന്നെ ഏകദേശം 500ഓളം വരുന്ന ബോട്ടുകൾ ഇവിടേക്ക് അടുപ്പിക്കാൻ സാധിക്കും. അത്രയും 500ഓളം ബോട്ടുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ്, അത്തരത്തിലൊരു ഹാർബർ കൂടിയാണ്, അത്രയും വലിയ ഹാർബർ കൂടിയാണ് ഈ നീണ്ടകര ഹാർബർ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൊഞ്ചാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ബോട്ടുകൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം, ഇന്ന് ഏത് മീനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ചേച്ചി? മീനല്ലത് ചെമ്മീനല്ല, മീൻ വേറെ ചെമ്മീൻ വേറെ. ഈ സമയത്ത് ഈ ചെമ്മീനാണോ കൂടുതൽ കിട്ടുന്നത്? ചെമ്മീനാ കിട്ടുന്നത്. ഇപ്പൊ എന്താണ് ചെയ്തു? ഇതുകൊണ്ട് ഞങ്ങൾ പീൽ ചെയ്ത് കമ്പനികളെ മീറ്റ് തൂക്കും. പീൽ ചെയ്ത് അത് ഞാൻ ചോദിക്കുന്നത്, അതായത് ഈ ബോട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ ലേലം ചെയ്ത് വാങ്ങി. ഇതെങ്ങനെയാ നമുക്ക് ന്യായവിലക്ക് കിട്ടുമോ? ചിലപ്പോ ന്യായവിലക്ക് കിട്ടും, ചിലപ്പം വില കൂടുതലായിട്ട് കിട്ടും. നഷ്ടം വരും, ലാഭവും വരും. എങ്ങനെയുണ്ട്? മീൻ കുറവാ, ചെമ്മീൻ കുറവാ, ഇപ്പൊ കച്ചവടം കുറവാ. ചേച്ചി ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണോ? ഞാൻ ഇവിടെ 7 വർഷമുണ്ട് സ്ഥിരമായിട്ട്. 7 വർഷമായിട്ട് സ്ഥിരമായിട്ടുള്ള. ഇപ്പൊ തന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണല്ലോ, ഇവിടത്തേക്ക് സ്ഥാനാർത്ഥികളൊക്കെ വരാറുണ്ടോ? ഇവിടെ ഇപ്രാവശ്യം വന്നായിരുന്നു. ഇപ്രാവശ്യം വന്നില്ല, ആരും വന്നില്ല. 3 പേരും വന്നിട്ടില്ല. എല്ലാ വർഷവും വരാറുള്ളതല്ലേ? വരാറുള്ളതാ, എല്ലാ വർഷവും വരും. ഇത്തവണ വന്നിട്ടില്ല. നമുക്ക് മറ്റൊരു ചേട്ടനോട് ചോദിക്കും. ചേട്ടന്റെ പേരെന്താ? ചേട്ടാ പേര് ബൈജു. സ്ഥിരമായി ഇവിടെ ആള് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ കളമൊക്കെ നിറഞ്ഞേക്കുന്നുണ്ട്, സ്ഥാനാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട്. 3 മുന്നണിയുടെ സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ ഉണ്ട്. ഇവിടേക്കൊക്കെ എല്ലാ വർഷവും വരുന്നതാണല്ലോ അവര്. പല കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ഇത്തവണ അങ്ങനെ ആരെയൊക്കെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്? പിന്തുണയ്ക്കുന്ന എല്ലാ പ്രാവശ്യവും വന്ന് സ്ഥാനാർത്ഥികളൊന്നും ഒരേ വികസനമൊക്കെ ഇവിടെ പറഞ്ഞിട്ട് പോകും. അത് കഴിഞ്ഞ് ജയിച്ചു പോകുമ്പോൾ പിന്നെ വരത്തില്ല. എല്ലാ വർഷവും വരുന്നതാണ്, ഈ പ്രാവശ്യം വന്നില്ല. എന്താ പറ്റിയെന്നറിയാൻ വയ്യ. ഒരുപക്ഷെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഇവിടേക്ക് എത്താനാണ് ആയിരിക്കും. ഈ ബിൽഡിങ്ങിന്റെ പണി തന്നെ 3 വർഷമായിട്ട് ഇതായ ബിൽഡിംഗ് നിൽക്കുകയാണ്. ഈ കെട്ടിക്കൊണ്ടുവന്ന ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ വർഷം പൂർത്തീകരിക്കുന്നു വിചാരിക്കുന്നു. ഒപ്പം തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾ നേരത്തെ തന്നെ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ മണ്ണെണ്ണ സബ്സിഡിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സർക്കാരിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അതിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്? അത് ബോട്ട് ജീവനക്കാർക്ക് മാത്രം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ കരയിൽ നിന്ന് ജോലി വന്നിരിക്കുന്നതാണ് എഴുതി. ഇപ്പോൾ പോകുന്ന ബോട്ടെല്ലാം നഷ്ടത്തിലാണ് കയറുന്നത്. കാലാവസ്ഥയായാലും ഈ വേനൽക്കാലത്തുള്ള ഈ ചൂടും മത്സ്യബന്ധനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എല്ലാ ബോട്ടും കടത്തിലാണ് കയറുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കയറുന്ന സമയത്ത് നമ്മുടെ ജോലിയെ ബാധിക്കും. കരയിൽ നിൽക്കുന്ന ജോലി എടുക്കുന്നവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അതിനുള്ള ഇത് ചെയ്യാൻ പറ്റും. അതിന് ഭയങ്കര ചൂടല്ലേ ഈ സമയത്ത്? ഈ രാവിലെ പോലും നമുക്ക് അത്രയും ഉഷ്ണം. അതെ, കടലിൽ ചൂടാകുമ്പോൾ മീനിന്റെ ഉൽപ്പന്നം കുറയുമെന്നാണ് കൂട്ടുകാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ 42-41 ഡിഗ്രി ആണ് ഇപ്പം ഉണ്ട്. കൊല്ലം ജില്ലയിലും അതിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. ഈ പോകുന്ന ബോട്ട് 5 ദിവസം കഴിഞ്ഞ കടത്തിലാണ് കയറി വരുന്നത്. അതുകൊണ്ട് കരയിൽ നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ വരുമാനവും കുറയുന്നുണ്ട്. അതാണ് അതിന്റെ അതായത് ഞാനിപ്പോ ചോദിച്ച പോലെ തന്നെ നമുക്ക് കാണുന്ന പോലെ തന്നെ എല്ലായിടത്തും ഞാൻ കാണുന്നത് ഈ ചെമ്മീൻ മാത്രമാണ് കാണുന്നത്. മറ്റു മീൻ ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതിൽ എന്താണ് ഇത് ഈ ഒരു കാലാവസ്ഥയുടെ കാര്യം കൊണ്ടാണ്? ഏതാണ് ഈ സമയത്ത് നല്ല രീതിയിൽ ഈ പണി നടക്കേണ്ടതാണ്.
അപ്പോൾ ഈ ചൂട് കാരണമാണ് ഈ കടലിൽ ഈ ഉൽപ്പന്നം കിട്ടാതെ വരുന്നത്. അപ്പം അത് കുറേ നാൾ കടലിൽ കിടന്നിട്ട് 3-4 ലക്ഷം രൂപയുടെ വരുമാനമായിട്ട് പോയിട്ട് ചിലവാക്കി പോയിട്ട് ഡീസലും ഇപ്പോഴത്തെ കാലം ഇതൊക്കെ പോയിട്ട് വരുമ്പോൾ കടത്തി കയറുന്ന ബോട്ടുകൾ അതുപോലെ കരയിൽ വരുമ്പോൾ വില കൂടുതലാണ്, ചരക്ക് എടുക്കത്തില്ല, ബോട്ടുകാർക്കുള്ള ചരക്ക് കിട്ടുന്ന വേദന കിട്ടുന്നില്ല, അതിന് നഷ്ടത്തിലേക്ക് കയറുന്നുള്ള രീതിയിൽ പറയുന്നത്. ചേട്ടന്റെ പേര് എന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയുണ്ട്. പണിയൊന്നുമില്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാ. ഈ വർഷത്തെ കണക്ക് ഒരു വർഷം ഉണ്ടായിട്ടില്ല. പണിയുമില്ല, ഇതേ കണക്ക് ഒരു വകയില്ല. 10, 200, 300 ആയിട്ടാ പോയത്. 2 മണിക്ക് 1 മണിയൊക്കെ എണീറ്റ് വരുന്നതാണ്. ഒരു ജോലിയൊന്നുമില്ല. ജോലിയില്ലാതെ നമ്മളെന്ത് ചെയ്യാനാ? പോയിട്ട് വരുന്ന എല്ലാ ബോട്ടുകളും എല്ലാം നഷ്ടമായി. പിന്നെ ഇപ്പം അവരെ കയറുന്ന എല്ലാം കെട്ടിയിടും, വീണ്ടും കൊണ്ടുവന്ന് കെട്ടിയിടും. അവരെ എണ്ണയുടെ വിലയായാലും ബാക്കിയെല്ലാം ലേബർ ചാർജ് മറ്റേ ഇതിന്റെ അവരുടെ ഉപകരണത്തിന്റെ വിലയായാലും എല്ലാം കൂടി വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യാൻ പറ്റും? അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരും ഒരു ബോട്ട് പോകണമെങ്കിൽ എത്രായിരം രൂപ വേണം, എത്ര ലക്ഷക്കണക്കിന് രൂപ വേണം. കാരണം അവർ 10-15 പേരുണ്ട്. അവർക്ക് അവരുടെ പാറ്റായും അവരുടെ ആഹാരവും ഇതെല്ലാം ഇതിനകത്ത് നല്ല ഉണ്ടാവേണ്ടത്. തിരിച്ചു വരുമ്പം ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ കാണുന്നുള്ളൂ. ഇതിന് അതിന്റെ ബോട്ട് മുതലാളി കയ്യിൽ നിന്നിട്ട് റോൾ ചെയ്ത് പോകുന്നത്. അല്ലാതെ ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളുടെ കാര്യം തന്നെ വലിയ കഷ്ടത്തില്ല. ശരി, അത് തന്നെയാണ്. ഒപ്പം തന്നെ എന്താ ചേട്ടാ ഇവിടെ ഈ വളത്തിന്റെ പരിപാടിയാണ് കൂടുതൽ. ഈ വളം വലി വന്നാണ് ഈ കടൽ നശിച്ചത്. കാരണം പൊടി മീനൊക്കെ കൊണ്ടുവന്ന വളത്തിൽ അളന്നു കൊടുക്കുന്നത്. ഈ കിളിയ മീനായാലും വാളയായാലും എല്ലാം ഈ വാളയെ കൊണ്ടുവന്ന് അളന്നു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഈ കടൽ നശിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പോയില്ല. അതിന് പോകുന്ന ബോട്ട് ഒന്നുമില്ല, കിട്ടാതെ കയറി വരിക, വളം മാത്രം വലിച്ചിട്ട് വരിക. തീർച്ചയായും അത് തന്നെയാണ് അവർ പറയുന്ന പോലെ തന്നെ. അവർക്ക് പ്രതീക്ഷിച്ച വരുമാനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോലെ തന്നെ ഇത്തവണ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഒരു കാലാവസ്ഥ ഒരു വലിയ രീതിയിൽ പ്രതികൂലമായി ഈ തൊഴിലാളികളെ കൂടുതലായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇത് ലേലം വിളിച്ചെടുക്കുന്നതിന് വേണ്ടിയും. ഒപ്പം തന്നെ അതും കൂടി നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഈ മേഖല വളരെ സ്തംഭിച്ച് കിടക്കുക. ജോലിയില്ല മക്കളെ. ഇതിന് ബിസിനസ് ചെയ്തിട്ട് ആർക്കും നല്ല കയറ്റുമതി മോശമല്ലേ. കയറ്റുമതി മോശമായതുകൊണ്ട് കംപ്ലീറ്റ് ഡെമായി കിടക്കുക. പണിയില്ല, ആർക്കും പരാജയം. ഞങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയാൽ പരാജയം. മീറ്റിന് റേറ്റ് ഇല്ല. കയറ്റുമതി നല്ലതുപോലെ നടന്നാൽ മാത്രമേ മീറ്റിന് റേറ്റ് വരുത്തുള്ളൂ. അപ്പോഴേ ഈ ബിസിനസ് കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന പ്രയോജനമുള്ളൂ. ഈ 2 വർഷം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഭയങ്കര സ്തംഭനമാണ്. കയറ്റുമതി ഇല്ലാത്തതാ കാരണം. കയറ്റുമതി മോശം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഒന്നും കിട്ടാൻ മാർഗമില്ല. അതായത് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന മീനുകൾ കിട്ടാത്തതുകൊണ്ടാണ്. പ്രതീക്ഷിക്കുന്ന ചരക്ക് ചെമ്മീൻ കടലിൽ നിന്ന് കിട്ടുന്നില്ല. അതാണ് കാരണം. ചെമ്മീൻ അവിടെ കുറയുമ്പോൾ പിന്നെ കോവിഡ് വന്നില്ലേ, അതിനുശേഷം കയറ്റുമതി മോശമല്ലേ. ഈ മേഖല ബിസിനസ് ചെയ്യുന്ന സർവ്വ മേഖലയിൽ ബോട്ട് ഓണേഴ്സിന് എല്ലാം ഭയങ്കര സമയം. എല്ലാവരും ഉണ്ടാക്കിയ സ്ഥാനങ്ങൾ വിൽക്കുകയും പറയ്ക്കുകയും ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുക. ഇനി കുറഞ്ഞ ആളുകളൊക്കെ ഉള്ളു ഒഴിഞ്ഞു പോകാൻ. കാരണം ചെയ്തിട്ട് പ്രയോജനമില്ല, കാശ് കളയാണ്. പിന്നെ ഈ മേഖലയെ പിടിച്ചു നിന്നിട്ട് കാര്യവുമില്ല. ഇതേ രീതിയിൽ പോയാൽ ഈ മേഖല സ്തംഭിക്കും. അപ്പൊ അതിനെന്താണ് ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് വെച്ചാൽ അത് ഗവൺമെന്റ് കണ്ടെത്തേണ്ടതാണ് അത്യാവശ്യം. അപ്പൊ തന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ ഇനി ഇവിടേക്കൊക്കെ എത്തുമായിരിക്കും. എല്ലാ വർഷവും വരുന്നതാണല്ലോ. അപ്പൊ അവർക്ക് മുന്നിലേക്ക് പല കാര്യങ്ങളും ഇതിനു മുമ്പും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഞങ്ങളുടേതായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഈ മത്സ്യമേഖലയിലോട്ട് ചെറുകിട വ്യവസായികളെ പറ്റി അന്വേഷിക്കുകയോ അവരുടെ കുറവെന്താണെന്ന് അന്വേഷിക്കുകയോ ഞങ്ങൾക്കൊരു മാന്യമായ പലിശയ്ക്ക് പൈസ തരിക അങ്ങനൊന്നുമില്ല. ബാങ്കിൽ ചെല്ലുമ്പോൾ പൈസ കൊണ്ട് കൊടുക്കുന്നു പറയും. ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു 50 എന്തോ അതിന് പറയേണ്ടത് നമ്മുടെ ആധാർ അങ്ങനെയൊക്കെയുള്ള കൊടുക്കുക. അതൊന്നും പോരാ. പിന്നെ നമുക്കുള്ള പുരയുടെ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട് ഈ മേഖല. ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ ഡെയിലി പൈസക്ക് പലിശക്കെടുത്ത് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇത് വരണമെങ്കിൽ ഗവൺമെന്റായിട്ട് ഞങ്ങൾക്ക് ഇത് ഈ ബിസിനസ് തന്നെ കണ്ടെത്തി അവർക്ക് ഗവൺമെന്റായിട്ട് 1 ലക്ഷം രൂപ 50,000 കൊടുത്ത് ദിവസം ഒരു പിരിവിന് ഒരു 50 രൂപ 100 രൂപ ദിവസം പിരിവെന്ന് ഞങ്ങൾക്ക് വളരെ സഹായമാണ്. അല്ലാതെ ഈ മേഖല ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ കളഞ്ഞിച്ച് പാവെന്ന് വിചാരിക്കുക. കാരണം എന്തറിയോ, ഇത് എടുത്തോണ്ട് പോയാൽ എടുക്കുന്ന കാശ് കിട്ടത്തില്ല. ഒരു പട്ട് ചെറുകിട 1500 രൂപ പീലിംഗ് ചാർജ് മാറ്റി വെക്കണം. ഈ പീലിംഗ് ചാർജും കൊടുത്ത് ഇവിടെയും കൊടുത്തു കഴിയുമ്പോൾ എടുക്കുന്ന മുതലാളി വൈകുന്നേരം ആകുമ്പോൾ 500 രൂപ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ. നമുക്കൊന്നും കിട്ടത്തില്ല. ഇതാണ് ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ഒരു രീതി, ഞങ്ങളുടെ ബിസിനസിന്റെ ലക്ഷ്യം ഇതാ. അതുകൊണ്ട് ഇതെല്ലാം കളഞ്ഞു പോവുക ആളുകൾ. ബിസിനസ് ചെയ്യാൻ ഇപ്പം ആളില്ല. കാരണം നമുക്ക് നേട്ടം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ ഞങ്ങൾക്ക് ഈ മേഖലയോട് നേട്ടം ഉണ്ടായിരുന്നു. ബിസിനസ് എന്തെങ്കിലും കിട്ടും. ഇപ്പം ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല.
അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും നിർത്തിച്ച് പോവുകയാണ്. ഇതിപ്പോ എങ്ങനെയാണ് ഇത് ഇവിടുന്ന് ലേലം വിളിച്ചെടുത്തതിന് ശേഷം പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ പീൽ ചെയ്യും. ഇത് ലേലം വിളിച്ച് ഇവിടുന്ന് എടുത്തിട്ട് ഷെഡിൽ കൊണ്ടുവന്നത് പീൽ ചെയ്യും. ഇത് തൊഴിലാളികൾ ഞങ്ങൾ 4-5 പേര് കൂടി ഒന്നിച്ച് ചേർത്ത് ഞങ്ങൾ പീൽ ചെയ്ത് ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്കാർ മീറ്റ് എടുക്കുന്നുണ്ട്. അവർക്ക് കൊണ്ട് ഇത് തൂക്കി. അപ്പൊ ആ മീറ്റിനൊരു റേറ്റാ 400-ന് ഇത്ര രൂപ, 600-ന് ഇത്ര രൂപ, 900-ന് ഇത്ര രൂപ, ഈ റേറ്റ് വെച്ച് അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ ചരക്കിന് ചിലപ്പോൾ വെയിറ്റ് ഉള്ള അതൊക്കെ നിങ്ങൾ അതൊക്കെ പിന്നെ പറയുന്ന കാര്യം വെയിറ്റ് ഉള്ള വെയിറ്റ് പറഞ്ഞു കൗണ്ട് കിട്ടില്ല. അടുത്ത കൗണ്ടിലാണ് നമ്മൾ തൂക്കേണ്ടത്. അത് അവിടെ കുറ്റമുണ്ട്. ഇതിൽ തന്നെ ഈ കാണുന്ന ഇതിൽ തന്നെ പല രീതിയിലായിട്ട് തിരിക്കുമല്ലേ? ഇത് കണ്ടോ, ഇത് 400 എന്ന് പറയും. ഈ ചെമ്മീൻ ഇത് 400. ഇത് കണ്ടോ, ഇത് ഈ 2 ചെമ്മീനാണ് 400. ഇത് 600 കണ്ടോ. ഇത് 1000 ഇതേ ഉള്ളു 1000 പോലെ. ബാക്കി ഇത് 1400. ഈ 1400 നമ്മൾ ഉരിച്ചു കൊടുത്താൽ 100 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 1400. ഇവിടെ നമ്മളിപ്പോ ഇത് കോള് മുതൽ എടുക്കുന്നത് 1 കിലോയ്ക്ക് 60 രൂപ എങ്ങനെയായാലും വില വീഴും. അപ്പൊ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണം നമുക്കിതെങ്ങനെ മുതലാവുന്നോ ഇല്ലയോന്ന്. കാരണം ചരക്ക് അമിതമായിട്ട് ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് മറ്റു തൊഴിലില്ലാത്തത് കൊണ്ട് നമ്മൾ വരുമ്പോൾ 2 പെട്ടിയൊക്കെ അങ്ങ് എടുക്കും. ജോലിക്കാർ 4-5 പിള്ളേർ ഒന്നും ചെയ്യുന്നല്ലേ. വൈകുന്നേരം ചെയ്യുമ്പോൾ എനിക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാരും പൊഴിഞ്ഞ് ഈ മേഖലയിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. ഈ മേഖല നിലനിൽക്കണമെങ്കിൽ ഗവൺമെന്റ് ഒരു നല്ല ഇതിന് നല്ലൊരു പരീക്ഷണങ്ങൾ നടത്തി ഈ ബിസിനസ്സുമായിട്ട് ചെയ്യുന്നവരുമായിട്ട് ചർച്ച ചെയ്യണം. അത് വലിയ ബിസിനസ് ചെയ്യുന്നവരും ഇടത്തരം ഞങ്ങളിപ്പോ ഈ ചർച്ചയ്ക്ക് ഞങ്ങളെ പോലുള്ളവരത്തല്ലേ വന്നത്. ഇതേപോലെ ഞങ്ങളെ ഇടത്തട്ടുകാരെ കൂടെ പിടിച്ചിരുത്തി ചർച്ച ചെയ്ത് എന്താണ് നിങ്ങളുടെ പോരാക്കുറവുകൾ, എന്തുവാണ് നിങ്ങളുടെ കോട്ടങ്ങൾ, നന്മ, അത് തിരക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല. ഇവിടെ വലിയവരുടെ കാര്യം മാത്രമേ തിരക്കുന്നുള്ളൂ. ഞങ്ങളുടെ സാധാരണക്കാരന്റെ യാതൊരുവിധ കാരണങ്ങളും ഇതിൽ തിരക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇത് കളഞ്ഞിട്ട് പോവുക. ഒരാനുകൂല്യം ഇല്ല ഞങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന്. കമ്പനിക്കാർ 10 രൂപ പോലും നല്ലൊരു ദിവസം വന്നാൽ ഞങ്ങൾക്ക് തരത്തില്ല. ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. കാരണം ഞങ്ങൾ ഇത് എടുത്തോണ്ട് വന്ന് ഇന്ന് ഫെയിൽ ചെയ്തതിനകത്ത് 200 രൂപ കിട്ടിയാലേ ഞങ്ങൾ പലിശക്ക് എടുക്കണം. ഇന്നും എന്തായാലും കച്ചവടം നമ്മള് മുടക്കാൻ പാടില്ല. ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു നല്ല ദിവസം വന്നാൽ 10 രൂപ തന്നിട്ടില്ല. ഒരു ലാഭവും ഇല്ല. ഞങ്ങളന്ന് തൂക്കുന്ന നഷ്ടമാണെങ്കിൽ നഷ്ടമായിട്ട് പോകണം. ഞങ്ങൾക്കിപ്പോ ഒരു ലാഭവും ഇല്ല. ഇത് 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പരാജയങ്ങളാ. കുടുംബവും പരാജയം, നമ്മുടെ നാടും പരാജയം. ഈ നാടിന് വികസനവും കുറവ്. ചെമ്മീനില്ല. ഈ ഇപ്പം എന്തായാലും ഇലക്ഷൻ എടുത്തിരിക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പൊ എല്ലാരും വരുമല്ലോ, സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് പറയും. അത് ഇതുവരെ ഞങ്ങളെ മുമ്പിൽ ഒരു സ്ഥാനാർത്ഥികളെ കണ്ടിട്ടില്ല. അവര് പറയും വന്ന് മറ്റുള്ള വോട്ട് ചോദിക്കാൻ വരുന്നവര് വരുന്നല്ല. സ്ഥാനാർത്ഥികൾ വന്നാൽ എല്ലാം പറയാനിരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഈ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരിപ്പൊ കേട്ടു പോകും. പിന്നെ ഇനി വരുന്നവർ അടുത്ത ഇലക്ഷനാ. നമ്മുടെ വിഷമങ്ങൾ മറ്റാരും തോന്നില്ല. അവരാരും കൈക്കൊള്ളുന്നില്ല. ഞങ്ങളിതൊന്നും പറയട്ടെ, ഞങ്ങൾ ഗവൺമെന്റ് MBDയുടെ പീലിംഗ് ഷെഡ് പീൽ ചെയ്യുന്നതാ ഗവൺമെന്റിന്റെ. ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യം ഞങ്ങൾക്ക് നഷ്ടമല്ലാതെ ഒരു കോട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് പടിഞ്ഞാറ് ഷെഡ് ഉണ്ടാകും. ഞങ്ങൾക്ക് അതിന് പകരം ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഞങ്ങൾ 1 കിലോയ്ക്ക് 1 രൂപ വെച്ച് അവർക്ക് കൊടുക്കുക. ഞങ്ങൾക്ക് പരാജയമല്ല ഒന്നുമില്ല. ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല. സ്ഥാനാർത്ഥികളും ഞങ്ങൾക്കൊന്നും ചെയ്യത്തില്ല. അവർ കേട്ടോണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പോലുള്ള ഇടത്തരക്കാരെയും കൂടെ നിങ്ങൾ വിളിച്ച് ചർച്ചയ്ക്കെടുത്ത് ഈ ബിസിനസ് ചെയ്യുന്നിടത്ത് എന്താണ് കോട്ട, ഈ കടലിൽ പോയി അവർക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് വില കുറച്ച് 100 രൂപ തരത്തോടുത്തുള്ളൂ. പരാജയം. അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇത് ജീവിക്കും? ഞങ്ങളെ പോലെ സാധാരണക്കാരെ നിങ്ങൾ കണ്ടെത്ത്. ഇവിടെ ആയിരക്കണക്കിന് സാധാരണക്കാരുണ്ട്. ഇപ്പൊ പോയി പിഴിഞ്ഞു 10, 200, 300 പേരായി ഇവിടെ. ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ കൂട്ടത്തോട്. അതേ സ്റ്റേയിലാണ് ഞങ്ങളുടെ ബിസിനസിന്റെ രീതി. അതുകൊണ്ട് അതിന് നിങ്ങൾ എല്ലാവരും ഭയങ്കര ചർച്ച കേട്ടോണ്ട് പോകുന്നു. ഞങ്ങൾ ഇത് തയ്യാറാകാതെ കഴിഞ്ഞ ഇലക്ഷന് ഈ ചർച്ച ചെയ്തതാ. നിങ്ങൾ എല്ലാവരും കേട്ടോണ്ട് പോകുന്ന ഇപ്പൊ ഇത് വീഡിയോ ഇത് ഇന്നോ നാളെ കാണിക്കും. പിന്നെ ഇതിന്റെ ചർച്ചയേ ഇല്ല. ഇതെന്താണ് ഇത് നിങ്ങൾ കണ്ടെത്തി. ഈ കടലിൽപ്പെട്ട് ഇവർക്ക് ചരക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് നേട്ടമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അമിത വെച്ച് വന്നു നമുക്ക് 500 രൂപ കുറച്ച്. ആ 500 രൂപ നമുക്ക് പണിയുമ്പോൾ കിട്ടും. ഇപ്പൊ അവർക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്കും ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം നിർത്തിവെച്ച് പോയിട്ട് ഈ മേഖല കണ്ടോ സ്തംഭിച്ച്. എന്തായാലും അവർ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കും. ഞാനൊരു കാലവുമില്ല കേട്ടോ. അവരിപ്പോ വീട്ടിൽ അവിടെ ഇലക്ഷൻ കിട്ടും. അവർക്ക് കസേര കുറച്ചില്ലേ. പിന്നെ അവരുടെ കാര്യങ്ങളെ പിന്നെ ഞങ്ങളുടെ കാര്യം തിരക്കുന്നത്. അതായത് ഈ ഇവർക്ക് തന്നെ ഇപ്പം ഒരു തീരുമാനം ഏകദേശം എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അതല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള അടക്കം ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. എത്ര ഉള്ള ഒരു പാർട്ടി ഉണ്ടല്ലോ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതെന്തായാലും നമ്മൾ വോട്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ദുഃഖം അവരറിയുന്നില്ല. ഞങ്ങൾ ഈ ബിസിനസ് അതെ ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ വോട്ട് എന്തിനു ചെയ്യുന്നത്? ഞങ്ങളെപ്പോലെ സാധാരണക്കാർ എന്തിനു വോട്ട് ചെയ്യണം? ഞങ്ങളുടെ ദുഃഖം അറിയുന്നുണ്ടോ? ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ എത്ര പേരുണ്ട് മേഖല? 10, 40, 35 വർഷം കൊണ്ട് ഈ മേഖല നിൽക്കുന്നവരാ. ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല.
കോടിക്കണക്കിന് രൂപ വിദേശനാണ് നേടിക്കൊടുക്കുന്ന പ്രസ്ഥാനം ജോലിക്കാരാ ഞങ്ങള്, തൊഴിലാളികളാ. ഞങ്ങൾക്ക് എന്ത് നേട്ടമുണ്ട്? ഒരു ഗവൺമെന്റ് 35 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകുമ്പോ അവർക്ക് പിന്നെ പെൻഷൻ കൊടുക്കും 50,000, 25,000, 5,000, 10,000. ഞങ്ങൾ സ്വന്തം പണം കടമെടുത്ത് എടുക്കാം. 3 ആളെ നോന്നില്ല 25,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒഴിഞ്ഞപ്പോഴാണ് പിറ്റേ വർഷം ഞങ്ങൾക്ക് അത് 2 ലക്ഷം രൂപ കുറയുക. ഞങ്ങൾക്ക് ബെനിഫിറ്റ്. അപ്പൊ ഞങ്ങളെ പോലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളുടെ കാര്യം കൂടെ അന്വേഷിക്കേ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് നേട്ടമില്ലാത്തത്? നിങ്ങൾക്ക് എവിടെയാണ് പരാജയം? ഞങ്ങൾ പിന്നെ ഈ പൈസ വട്ടിപ്പലിശയ്ക്ക് പഠിക്കുന്നത്. വട്ടിപ്പലിശ നിർത്തണം, വളം കൊണ്ടുവരൊക്കെ നിർത്തണം. ഇവിടെ വോട്ടുകാര് വളം കൊണ്ടുവരുന്നുണ്ട്, അത് നിർത്തലാക്കണം. അത് നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കടപ്പുറം കൊണ്ട് പ്രസ്ഥാനം വേണം. ഞങ്ങൾക്ക് ഗവൺമെന്റിന് പരാതി അതൊന്നും പറയണ്ട. ഒരു നിർത്തലാക്കത്തില്ല. നിർത്തലായ കാര്യം പറഞ്ഞാൽ ഒരു റേഷൻ മേടിക്കണമെങ്കിലേ ഇപ്പൊ ഈ ജോലി ചെയ്തവർക്ക് വിരല് പതിയത്തില്ല. ഇപ്പൊ വീട്ടിൽ കിടക്കുന്ന സുഖമില്ലാത്ത കൊച്ചുങ്ങൾ വരെ എന്ന് വിരല് പതിക്കണം എന്ന് പറയുന്നത്. ദൂരെ പോയെന്ന് പഠിക്കാൻ പോകുന്ന മക്കള് വിരല് പതിക്കണം എന്ന് പറയുന്നത്. ഞങ്ങള് 3 ദിവസം പോയി വിരല് പതിക്കാൻ പറഞ്ഞ് ഞങ്ങളുടെ വിരല് പതിയുന്നില്ല. ഇതൊക്കെ നിർത്തലാക്കണം. ഇതൊക്കെ നിർത്തലാക്കണം വോട്ട് ചെയ്യുന്നുള്ളൂ. തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യം തന്നെയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, പല വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ അതിലൊരു ഉറപ്പ് നൽകുന്നില്ല, കൂടാതെ അത് പാലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ബോട്ടുകളിൽ നിന്ന് വളം കൊണ്ടുവന്നത് മൂലമാണ് ഇത്തരത്തിൽ വളം കൊണ്ടുവരുന്നതും അത് കടലിലേക്ക് വീഴുന്നതുമാണ് പ്രധാനപ്പെട്ട ചില കാര്യം എന്നുള്ളതാണ്. നന്മ തിന്മ മനസ്സിലാക്കാൻ വലിയവരെ മാത്രം വിളിച്ച് മീറ്റിംഗ് കൂടിയാ പോരാ. വലിയ മേഖലയിലും അപ്പോ ഇവിടേക്ക് ലോഡാക്കിയത് ഞങ്ങളാ. ഇവനൊക്കെയല്ലേ പിന്നെ ചർച്ച ചെയ്യുമ്പോൾ നാളെ ചോദ്യം ഇവിടെ ഇപ്പൊ പലരും നമ്മുടെ ചർച്ച ചെയ്യുമ്പോൾ വലിയവരെയും എളിയവരും വലിയ ബിസിനസ്സുകാരെയും കൊച്ചു ബിസിനസ്സുകാരെയും എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തുമ്പോൾ ഇതിന്റെ നന്മ തിന്മ മനസ്സിലാക്കാൻ പറ്റും. വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി ബിസിനസ് ചെയ്യുന്നവർ മാത്രമല്ല ഞങ്ങളെ പോലർ ഇത് എടുത്തത് കമ്പനി ഫീൽ ചെയ്ത് കൊണ്ട് കൊടുത്തല്ലേ അവർ മീറ്റ് കിട്ടിയല്ലേ അവർ കമ്പനി വളരത്തുള്ളൂ. അപ്പൊ ഞങ്ങളെ പോലെ നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമോ? ഇവിടുത്തെ ഞങ്ങളിത് ഫീൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഗവൺമെന്റ് വിദേശ നാണയം വരുന്നത്. ഞങ്ങൾക്ക് എന്ത് ഈ ഫീൽ ചെയ്ത് ഞങ്ങൾക്ക് എന്ത് നേട്ടം തേക്കുന്നു ഗവൺമെന്റ്? എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിപ്പോ പ്രായമായി, ഞങ്ങൾ വീട്ടിൽ ഇരിക്കാതെ ഞങ്ങൾക്ക് കടവാ. വീട്ടിൽ ഇരിക്കാൻ മക്കളും ചോദിക്കും ഇത്രയും കാലം വേറെ ഒന്നുമില്ലേ? കാശുണ്ടാക്കിയവരും കാണും, ഇല്ലാത്തവരും കാണും. അതെല്ലാ മേഖലയിലുള്ള അങ്ങനല്ലേ. നിലവിലെ MP NK പ്രേമേന്ദ്രൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ നിന്ന് വിജയിച്ചു പോവുകയും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഇക്കാര്യത്തിലൊക്കെ? ഒരു നല്ല മനുഷ്യനാണ്, എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണ്. എന്ന് ഇങ്ങനെ വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റില്ല. അദ്ദേഹം ഏത് മേഖലയിൽ നിന്നാലും ആ മേഖലയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. പക്ഷേ വിഷയങ്ങളിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് എനിക്ക് അതുമായിട്ട് രാഷ്ട്രീയമായിട്ട് അത്രയല്ല. ഇതിൽ അദ്ദേഹത്തിനെ പറ്റി നമുക്കൊരു മോശമായൊന്നും പറയാനില്ല. അങ്ങനെ ചെയ്യുന്ന നല്ല മനുഷ്യനാണ്. അങ്ങനെ ജയിച്ചു വന്നാലും സാധാരണക്കാരെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറയാൻ സാധാരണക്കാരെ മാത്രം ഞാൻ ഈ മേഖല ഈ ബിസിനസിനെ പറ്റി ഈ മേഖലയെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രേമേന്ദ്രനെ ഇപ്പൊ ചോദിച്ചതുകൊണ്ട് പ്രേമേന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹം വലിയ കുഴപ്പക്കാരനല്ല. നമുക്ക് ആര് എന്നൊരു കാര്യം പറഞ്ഞാലും അങ്ങനെ ചെയ്തുകൊണ്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ആര് എന്താ പോരാ കുറവെന്ന് അത് അന്വേഷിക്കുക ചെയ്യും. മറ്റാരൊക്കെയാണ് നിൽക്കുന്നത് അറിയാമല്ലോ അല്ലേ? നമുക്ക് അത് സമയമില്ലല്ലോ. നമുക്ക് ഞങ്ങൾ 6 മണിക്ക് ഇവിടെ വരുന്നവരാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് രാത്രി 8 മണിക്കാ. ഈ 8 മണിക്കല്ലത് ഞങ്ങൾക്ക് എന്ത് റെസ്റ്റ് ഉണ്ട്, എന്ത് നേട്ടമുണ്ട് ഞങ്ങൾക്ക്? അവിടൊക്കെ ഞങ്ങൾ ഗവൺമെന്റ് അന്വേഷിക്കണം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഈ ഇവിടെ ഒരുപാട് ധനസഹായ ഗവൺമെന്റ് ഇത്ര കോടി മത്സ്യമേഖല അനുവദിച്ചിട്ടുണ്ട്. ഇത്ര കോടി അവിടെ ആർക്ക് കൊടുക്കുന്നത്? ഈ അനുവദിച്ച പണം ഈ ഗവൺമെന്റ് പ്രസ്ഥാനത്ത് ഞാൻ ഇവിടെ ഈ ഷെഡ് ഇവിടെ പറഞ്ഞു വീണ് 3 ട്രിപ്പ് ഞാൻ പല രോഗങ്ങളും എന്നെ പോലെ ഓരോരുത്തരും ആർക്കും യാതൊരു ബെനിഫിറ്റും ഞങ്ങളെപ്പോലെ സാധാരണക്കാരന് യാതൊരു ബെനിഫിറ്റും ഇല്ല. ഇത് ഓരോരോ പാർട്ടി വോട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഞങ്ങൾ പറഞ്ഞോണ്ട് ഇതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം പറയുന്നത് ഞങ്ങൾ ഈ MPDയിലാണ് പണിയുന്നത് ഗവൺമെന്റിന്റെ. നിങ്ങൾ അവിടോട്ട് പോവാ. കഴിഞ്ഞ പ്രാവശ്യം വന്നവിടെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയതാണ്. തീർച്ചയായും ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരികയും ചെയ്യും, അവിടുത്തെ പ്രശ്നങ്ങൾ എത്തിക്കുകയും ചെയ്യും, വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുന്നതാണ് കാര്യം. തീർച്ചയായും ഒരു ചാനലിൽ വന്ന് ഇതിന്റെ ഒരു തീരുമാനം ഞങ്ങളെ പോലെ സാധാരണക്കാരെ അറിയിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയൊരു ചർച്ച പറയത്തില്ല. തീർച്ചയായും 7 മാസം 8 മാസം പെൻഷനുണ്ട്. അത് കണ്ട് ജീവിക്കുന്ന നമ്മള് ഇതിനകത്തൊന്നും ഒരു ചുക്കുമില്ല. വന്ന് മെനക്കെടാന്നല്ല ഒന്നുമില്ല. വോട്ട് ചെയ്യത്തില്ല. എന്തായാലും അത്ര അവര് ചെയ്ത് അവരെ ഭാര്യയും മക്കളും നേടും. നമുക്കെന്തോണ്ട് അവര് എന്ത് ചോദിക്കുമ്പോൾ തൊഴുതുകൊണ്ടാ വരുന്നത്. കഴിയും മേളിൽ കയറുമ്പോ പോക്ക അനുഭവിച്ചതാ മോനെ. അതുകൊണ്ട് പറയുക. അപ്പൊ ഇത്തവണ വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് അവരെ അറിയിക്കുമോ? പറയും. ഞങ്ങളുടെ തഴയൊന്നും പോത്തില്ല. ഞങ്ങൾക്കല്ലേ ഈ പെൻഷൻ കിട്ടണം, അല്ലെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണം. 7 മാസം മുടക്കമുണ്ട്. എന്തോ ചെയ്യും ഞങ്ങള്? ഇവരെയൊക്കെ നേടിക്കൊണ്ട് പോയാൽ അവരെ ഭാര്യയ്ക്കും മക്കൾക്കും കൊള്ളാം. ഞങ്ങളെന്തോ ചെയ്യും മോനെ? കണ്ട ഈ രംഗം ഞങ്ങൾ പാടുന്ന പടം
ആയിട്ട് ഒരു ഫലവും കാണത്തില്ലല്ലോ. ചെയ്യുന്നതിന്റെ മിച്ചം ഈ വയറ്റിനൊക്കെ കിടക്കുന്നവർ, ആ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവർ, അത് വരെ മുടങ്ങി ഒരേ തവണ ഒരേ ജയിച്ച് മാറി അവരെല്ലാം അങ്ങ് കേറി. ഞങ്ങൾ എന്താ വേണം? ഇങ്ങനെ ഒരു വാക്കിയിട്ടെന്റെ ഇത്തരം ഞങ്ങൾ സംസാരിച്ചു, അതേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. പോട്ടവനെ ഓക്കെ, അങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നത്. അതായത് ഒരുപക്ഷെ പല വാഗ്ദാനങ്ങളും പല സമയത്തും നൽകിയിട്ടുണ്ട്. അത് പക്ഷെ പാലിക്കാൻ ഇതുവരെയും ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. ഭരണം മാറി മാറി വന്നിട്ട് പോലും തന്നെ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നേടാനോ അത് കാണാനോ സർക്കാരിന് സാധിക്കുന്നില്ല. ഒരു വിമർശനം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തില്ല എന്നുള്ള ചില അഭിപ്രായങ്ങൾ കൂടി ഈ ഇവിടുത്തെ ജനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.